എന്റെ ഈ കുഞ്ഞു ബേബീസിന് നല്ല കുഞ്ഞു ബേബി കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? വെൽക്കം ടു ദ ചാനൽ ടിവി ഓൺ ഡൈനിങ് ടേബിൾ. നല്ലൊരു പീസ് നമുക്ക് എടുക്കാം. ബേബി കട്ട്ലേറ്റ്. ആർക്കാ ആദ്യം വേണ്ടേ? ഇന്ന് അത് ആർക്കാ വേണ്ടേ? എന്ന് ജീസയാണല്ലോ ഫസ്റ്റ്. ഇന്ന് ജെറിക്കിന് കൊടുക്കാം. ഓക്കെ, ജെറിക്ക് കഴിച്ചേ. ഉമ്മയുണ്ടോ? ആ കഴിച്ചേ. എന്തോ ഉമ്മയാന്ന് പറഞ്ഞേ? ഉമ്മയുണ്ട്. ആ ഇനി ജീസയൊക്കെ എങ്ങനെയുണ്ട്? ജെറിക്ക് പറഞ്ഞ എങ്ങനെയുണ്ട്? ജെറിക്കിന് വായിലിരിക്കാന്നൊന്നും പറയാൻ പറ്റുന്നില്ല അവന്. ജീസ എന്തോ ഉമ്മയാ? ഓ ബിഡിക്ക് ഗുഡ് ഗേൾ. അപ്പൊ ഇത് ബീഫ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാനോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് ചെറുതായിട്ടാണ് ചെറിയൊരു ഗോൾ പരുവത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ബേബി കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഇന്ന് നമ്മൾ ബേബി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാണ്. അപ്പൊ ആദ്യമേ നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് ബീഫ് നമ്മളൊരു 250 ഗ്രാം 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ശേഷം 1/2 ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് നല്ലപോലെ തിരുമ്പി പിടിപ്പിക്കാം. ഇനി നമുക്ക് സ്വല്പം വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു 7 വിസിൽ നമുക്ക് അടിച്ച് നല്ലപോലെ ഈ ബീഫ് വേവിച്ചെടുക്കാം. അപ്പം ഇതിലെ എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഏത് ഭാഗമായത്. വെന്ത ബീഫ് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത്തിരി അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേറൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം വരുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കാം. ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നമുക്ക് ഏകദേശം ഒരു 3 വിസിലടിച്ച് ഈ പൊട്ടറ്റോ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് പൊളിച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമ്മളൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ ഈ സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നാല് സൈഡും നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഓരോ ബ്രെഡുകൾ നമുക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് പൊടിച്ചാൽ മതിയാവും. അടുത്തതായി
നമ്മൾ 2 മുട്ട എടുത്ത് അതിൽ ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ശേഷം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള, 1.5 സവാളയാണ് ഇത്, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ മതിയാവും. അടുത്തതായി വെളുത്തുള്ളി നമുക്ക് ഏകദേശം 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പൊടികൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. കുരുമുളക് പൊടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ശേഷം ഗരം മസാല നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഇതിന് ശരിക്കും പച്ചമുളക് കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. പച്ചമണം പോകുന്നിടം വരെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തത്. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടൊന്ന് ആറിയിട്ട് നമുക്കിതൊരു ബോൾ ടൈപ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം കൈകൊണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് മിക്സ് നമ്മൾ നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. നമുക്കിനിയും ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇത് മാറ്റാം. ബേബി കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് മാറ്റാം. ഈ ഒരു പരുവത്തിന് നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റാം. ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം, ചീനിച്ചട്ടി നമുക്ക് ഇതിലേക്ക് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കട്ട്ലേറ്റ് പീസുകളും മുങ്ങി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എടുക്കാം. നമുക്കതിലേക്ക് കട്ട്ലേറ്റിന്റെ ഓരോ ഉരുളകൾ ഇതുപോലെ ഡീപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പൊടിയിലേക്ക് നമുക്കിതിങ്ങനെ ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ പിടിക്കണം. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഉരുളകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകണം വരെ നമുക്ക് ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് മറിച്ചിടാം.
നമ്മൾ മറിച്ചിട്ടും ഫ്രൈ ചെയ്തു. ഈ ഒരു പരുവത്തിന് നമുക്ക് നമ്മുടെ ബേബി കട്ട്ലേറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണും വരെ ബൈ.